തമാശ പറയുന്നതിന്റെ ഇടയിൽ തന്റെ കൂട്ടുകാരെ ചിരിപ്പിക്കുവാൻ, അവരെ സന്തോഷിപ്പിക്കുവാൻ എല്ലാ കഥകൾ പറയുന്നവരുണ്ടല്ലോ, കള്ളത്തരങ്ങൾ പറയുന്നവരുണ്ടല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അങ്ങനെ പോലും നിങ്ങൾ പറയാ പാടില്ല. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ആയത്തുൽ മുനാഫിഖി സലാസത്തുൻ ഇദാ ഹദ്ദസ കദിബാ ഇദാ ഹദ്ദസ കദബാ വഇദാ ബഅദ അഖ്ലഫാ വഇദാ വഇദതുമിന ഖാലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കപട വിശ്വാസികളുടെ ലക്ഷണം മൂന്നെണ്ണമാണ്. കപട വിശ്വാസികളുണ്ടല്ലോ, അല്ലാഹുവേ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നവർ, എങ്കിലവർ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല, കപട വിശ്വാസികളാണ്. ആ കപട വിശ്വാസികൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ മൂന്നെണ്ണമാണ്. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്നു, അവര് സംസാരിച്ചാൽ കളവ് പറയുന്നവരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കപട വിശ്വാസികളായ മനുഷ്യരുടെ ലക്ഷണം പറഞ്ഞപ്പോ അവിടെ ഒന്നാമതായി പറഞ്ഞത്, അവര് സംസാരിച്ച കള്ളം പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല കള്ളം. ഒരു തമാശയ്ക്ക് പോലും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമാശയ്ക്ക് പോലും കള്ളം പറയരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ളം പറയുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? നമ്മുടെ രാജ്യത്ത് കളവ് പറയാനുള്ള ഒരു ദിവസം തന്നെയുണ്ട്, ഏപ്രിൽ 1. ഏപ്രിൽ 1 കളവ് പറയാൻ, മനുഷ്യനെ പറ്റിക്കാനുള്ള ദിവസം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ ചാരത്തിങ്ങനെ സുജൂദിൽ കിടന്ന് കരയുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കാണുകയാണ്. തന്റെ പിതാവ് സുജൂദിൽ കിടന്ന് കരയുന്നത് കണ്ടപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചെന്നിട്ട് ചോദിക്കുന്നു, ഉപ്പാ എന്തിനാണ് ഉപ്പാ സുജൂദിൽ കിടന്ന് കരയുന്നത്? ആ സമയത്താണ് പ്രവാചകൻ പറഞ്ഞു, മോളെ ഫാത്തിമ, ഞാൻ നരകം കണ്ടു. ആ നരകത്തിൽ എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം കടന്ന് നിലവിളിക്കുകയാണ്. അവരുടെ രൂപം പടച്ചവനെ പന്നിയുടെ കോലമാണ്. അവര് പന്നിയുടെ കോലത്തിലെ നരകത്തിന്റെ തീക്കകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. ഞാനവരെ കണ്ടു എന്ന് പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്നു, ഉപ്പാ അവരെന്ത് പാപം ചെയ്തവരാ? അവരെന്ത് തെറ്റ് ചെയ്തവരാ? അല്ലാഹു അവർക്ക് ഇങ്ങനെയുള്ള ശിക്ഷ കൊടുക്കാനുള്ള കാരണമെന്താ? മോളെ ഫാത്തിമ, അത് സംസാരിച്ചാൽ കള്ളം പറയുന്നവരാ. അത് സംസാരിച്ചാ കള്ളം പറയുന്നവരാണ്. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, സംസാരിച്ചാൽ കള്ളം പറയുന്നത് ഒരു സത്യവിശ്വാസിക്ക് ചേർന്നതല്ല, അത് മുനാഫിക്കിന്റെ അടയാളമാണ്, അത് കപട വിശ്വാസിയുടെ സ്വഭാവമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുന്നവനാണ്, പറയുന്ന വാക്ക് പാലിക്കാറില്ല. ചെയ്യാമെന്നൊരു വാക്ക് തന്നു കഴിഞ്ഞാൽ അത് പാലിക്കാത്തവൻ, അവന് കപട വിശ്വാസിയുടെ സ്വഭാവമാണ്. 3, വിശ്വസിച്ചാൽ അവനെ ചതിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കപട വിശ്വാസിക്ക് ഉണ്ടാകുന്ന 3 സ്വഭാവം. 1, സംസാരിച്ച കള്ളം പറയും. 2, പറഞ്ഞ വാക്കുപാലിക്കൂല. 3, വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തമാശ അല്പമാണെങ്കിൽ പോലും കളവ് നിങ്ങൾ പറയരുത്. കളവ് പറയരുത്. ഇന്ന് നടക്കുന്ന പല തമാശകളും വെറും കള്ളത്തരങ്ങൾ മാത്രമാണ്, ചിരിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് തമാശ കളവിങ്ങനെ പറഞ്ഞുകൊണ്ട് ചിരിപ്പിക്കുക. എന്നാൽ തമാശയിൽ പോലും കളവ് പറയാൻ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്.
അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിൽ നാം അറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചരിത്രം പഠിപ്പിക്കുന്നത്, പ്രവാചകൻ ഇവിടെ നിന്നൊരു വീട്ടിലേക്ക് അസ്മാൻ ഉമ്മ സുലൈം ആരുടെയോ വീട്ടിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ നബി തങ്ങൾ ഇങ്ങനെ വീടിനകത്തിരിക്കുമ്പോൾ വീടിന്റെ പുറത്തു നിന്ന് കളിക്കുന്ന കുഞ്ഞിനെ ഉമ്മ ഇങ്ങ് വിളിച്ചു, വാ മോനെ ഒരു സാധനം തരാം, ഇങ്ങു വാ മോനെ, നിനക്ക് ഞാനൊരു സാധനം തരാമെന്ന് പറഞ്ഞു ഉമ്മ തന്റെ സ്വന്തം കുഞ്ഞിനെ വിളിക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, നീ എന്തെങ്കിലും കൊടുക്കാനാണോ വിളിക്കുന്നത്? കുഞ്ഞിന് കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചല്ലോ, എന്തെങ്കിലും കൊടുക്കുമോ? ആ സമയത്ത് മഹദി പറഞ്ഞു, ഞാനൊരു ഈത്തപ്പഴത്തിന്റെ പകുതി കൊടുക്കാമെന്ന് കരുതി നബിയെ. നബി തങ്ങൾ പറഞ്ഞു, അത് നീ കൊടുത്തില്ലെങ്കിൽ കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മ തന്റെ കുഞ്ഞിനെ വിളിക്കാം, മോനെ നകത്തേക്ക് വാ, നിനക്ക് ഞാൻ ഇന്ന് തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് കൊടുക്കാതിരുന്നാൽ നമ്മൾ ആലോചിക്കേ, നമ്മുടെ വീടിനകത്തേക്ക് നമ്മുടെ മക്കൾ കള്ളം പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ദേഷ്യമാ. എങ്കിലും നമ്മുടെ മക്കൾ കള്ളം പറയാൻ പഠിപ്പിച്ചു തരാൻ നമ്മൾ തന്നെ. വീട്ടിനകത്തിരിക്കും, ആരെങ്കിലും വരുമ്പോൾ പറയും ഇവിടെ ഇല്ല എന്ന് പറയാൻ. വീട്ടിൽ ഫോൺ വരുമ്പോൾ പറയും എടുത്തിട്ട് ഉറങ്ങുക എന്ന് പറയാൻ. ജീവനോടിരിക്കുമ്പോഴും നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കളെ കള്ളം പറയാൻ പഠിപ്പിച്ചത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തമാശയ്ക്ക് പോലും കള്ളം പറയാൻ പാടില്ല എന്ന ദീൻ പഠിപ്പിക്കുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വൈലുൽ ലില്ലദീന യുഹദ്ദിസു ഫയക്ദിബു ലിയുൽഹിക ബിഹിൽ ഖൗം വൈലുൽ ലഹു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സംസാരിക്കുകയും ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കളവ് പറയുകയും ചെയ്യുന്നവനാണ് നാശം, അവനാണ് നാശമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബു ലിയുൽഹിക ബിഹിൽ ഖൗം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സംസാരിക്കുകയും ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കളവ് പറയുകയും ചെയ്യുന്നവന് നാശം, അവനാകുന്നു നാശം, അവനാണ് നാശമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശാപവാക്ക് പോലെയാ മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. അൻ അബീ ഉമാമ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബ്ളിൽ ജന്ന ലിമൻ തറക്കൽ മിറാ وإن كان محكا وببيت في وسط الجنة لمن ترك الكذب وإن كان مازحا وبيت في أعلى الجنة لمن حسن خلقا. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തന്റെ ഭാഗത്താണ് നന്മയെങ്കിൽ പോലും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ താഴ്വാരത്ത് ഒരു വീട് ഞാൻ ഉറപ്പു നൽകുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തന്റെ ഭാഗത്താണ് ന്യായമെങ്കിലും എന്റെ ഭാഗത്താണ് ന്യായമെന്നറിയാം എങ്കിൽ പോലും പടച്ചവനെ തർക്കം ഉപേക്ഷിക്കുകയാണ്. ഒരു തർക്കം വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഉപേക്ഷിക്കുകയാണ്. ആ ഉപേക്ഷിക്കുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വർഗത്തിന്റെ താഴ്വാരത്ത് ഒരു വീട് കൊണ്ട് ഞാൻ ഉറപ്പു നൽകുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ന്യായം നിന്റെ ഭാഗത്ത് തന്നെയാ, എന്നാലും എതിർഭാഗത്ത് നിൽക്കുന്നവനുമായിട്ടൊരു തർക്കമുണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ മാറുക. നമ്മൾ പിടിച്ച മാനിന് 5 കൊമ്പെന്ന രീതിയിൽ നമ്മൾ പറഞ്ഞത് നടക്കാൻ വേണ്ടി നാം എന്തു വേണമെങ്കിലും ചെയ്യും. നബിതങ്ങൾ പറയുന്ന സ്വർഗത്തിന്റെ താഴ്വരയിൽ ഞാൻ അവര് ഒരു വീട് കൊടുക്കാമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തമാശയ്ക്ക് പോലും കള്ളം പറയാത്തവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഞാനൊരു വീട് നൽകാൻ ഉറപ്പ് നൽകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് തരും, തമാശയ്ക്ക് പോലും കള്ളം പറയാതിരുന്നാൽ. തമാശയ്ക്ക് പോലും കള്ളം പറയാത്തവന് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് നൽകാമെന്ന് ഉറപ്പ് നൽകുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, തന്റെ സ്വഭാവം നന്നാക്കിയവന് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഒരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ താഴ്വരയിൽ, തമാശയ്ക്ക് പോലും കള്ളം പറയാതെ ഇരിക്കുന്ന മനുഷ്യന് സ്വർഗത്തിന്റെ മധ്യമാകം. പടച്ചവനെ, നല്ല സ്വഭാവമുള്ളവനുണ്ടല്ലോ, തമാശയ്ക്ക് പോലും കള്ളം പറയാതെ സംസാരിച്ചാൽ നല്ലത് മാത്രം പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് ഒരു വീട് കൊടുക്കും. അല്ലാഹുവേ, ഞാനൊരു വീട് കൊണ്ട് ഉറപ്പ് നൽകുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്ന റജുല ലയതഖല്ലമു ബികലിമത്തിൻ യുദ്ഹിക ബിഹാ ജുലസാഉഹു യഹ്വി ബിഹാ മിൻ അബ്അദി മിനശ്ശുറാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ തന്റെ കൂട്ടുകാരനെ ചിരിപ്പിക്കുന്നതിനായി കളവായ ചില വാക്കുകൾ പറയുന്നുവെങ്കിൽ അവൻ ഭൂമിയിൽ നിന്ന് വിദൂരത്തേക്ക് ആണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തന്റെ കൂട്ടുകാരെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് അവന് തമാശയ്ക്കാണ് കളവ് പറയുന്നതെങ്കിൽ പോലും പടച്ചവനെ അവന് ഭൂമിയിലേക്ക് ആണ്ടുപോവുകയാണ്. അവന് ഭൂമിയുടെ വിദൂരത്തിലേക്ക് അവൻ ആണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, തമാശയിൽ പോലും കളവ് പറയുന്നത് ഉപേക്ഷിക്കുന്നത്, തമാശയ്ക്ക് പോലും കളവ് പറയുന്നത് ഉപേക്ഷിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ പെട്ടതാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുകയാ. തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ഒരു സ്വഭാവം അതൊരു സത്യവിശ്വാസിക്കുണ്ടാകുന്ന ഗുണമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ തമാശ കാണിച്ച ചില സന്ദർഭങ്ങൾ പരിശോധിച്ചാൽ അവിടെ എങ്ങും മുത്തുനബി കള്ളം പറഞ്ഞിട്ടില്ല. പ്രവാചകന് യാതൊരു അംശവും അവിടെ നിന്ന് കലർത്തിയിട്ടില്ല. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല യാ റസൂലല്ലാഹ് ഇന്നക തുദാഇബുനാ ഖാല ഇന്നി ലാ അഖൂലു ഇല്ലാ ഹഖാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, സ്വഹാബികൾ നബിയോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ഞങ്ങളോട് തമാശ പറയുന്നുവല്ലോ. സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങളോട് അവിടുന്ന് തമാശ പറയുന്നല്ലോ, അങ്ങ് ഞങ്ങളോട് തമാശ പറയുന്നല്ലോ. നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളോട് തമാശ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ സത്യമല്ലാതെ പറയുന്നില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാ വഹയ്യുഹാ, അല്ലാഹുവിന്റെ പ്രവാചകന് വഹയല്ലാതെ ഒന്നും പറയില്ലല്ലോ, പ്രവാചകന് കള്ളം പറയാറില്ലല്ലോ, ഞാൻ പറയുന്നത് മുഴുവനും സത്യമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞതായി ഇബ്നു ഉമൈർ തങ്ങൾ പറയുന്നു. ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നബി തങ്ങൾ തീർച്ചയായും ഞാൻ തമാശ പറയാറുണ്ട്, പക്ഷേ സത്യമല്ലാതെ ഞാനൊന്നും പറയാറില്ല. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ കുട്ടികളോട് അവരെ കളിപ്പിക്കുവാനോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയോ കളവ് പറയുന്നത് പൊതുവെ കണ്ടുവരാറുണ്ട്. മാതാപിതാക്കൾ കുട്ടികളെ കളിപ്പിക്കുവാനും അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയൊക്കെ കളവ് പറയാറുണ്ട്. നമ്മളിന്ന് കണ്ടുവരുന്ന കാര്യമാണ്. എങ്കിലും മാതാപിതാക്കൾക്ക് പഠിക്കാൻ ഒരൊറ്റ ഹദീസ് അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാ. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ വീട്ടിലുള്ള സമയം എൻ്റെ മാതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു, മോനെ ഇങ്ങോട്ട് കയറി വരിക, ഞാൻ നിനക്ക് എന്തെങ്കിലും ഒന്ന് തരാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല ഒരിക്കൽ മുത്തുനബി എൻ്റെ വീട്ടിലുണ്ടാകുമ്പോ
എന്റെ ഉമ്മ എന്നെ വിളിച്ചു, മോനെ ഇങ്ങ് കേറി വാ, നിനക്ക് ഞാനൊരു കാര്യം തരാം, എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് അവിടുന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിച്ചു, നീ എന്തെങ്കിലും കൊടുക്കാനാണോ? അപ്പൊ പറഞ്ഞു, നബിയെ ഈത്തപ്പഴം നൽകാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു കള്ളം രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, കള്ളം പറയാൻ പാടില്ല, തമാശയ്ക്ക് പോലും. തമാശയിൽ കള്ളം ചേർക്കാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2, തമാശയിൽ ഭയപ്പെടുത്താൻ പാടില്ല. തമാശയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ എന്തെങ്കിലും സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. എടുത്തു മാറ്റി വെക്കുക, മൊബൈൽ എടുത്ത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് മാറ്റി വെക്കുക, ചെരുപ്പ് എടുത്ത് മാറ്റി വെക്കുക. എന്തിന്? തമാശയ്ക്ക്. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന കൂട്ടുകാരൻ ഇറങ്ങിയിട്ട് ചെരുപ്പ് തരേ, എവിടെ അല്ല എൻ്റെ ഒരു ചെരുപ്പ്, എന്തേ അല്ല എന്ന് കളിപ്പീര്. എന്റെ പ്രിയപ്പെട്ടവരെ, മൊബൈൽ എടുത്ത് മാറ്റി വെച്ചിട്ട് മിണ്ടാതിരിക്കുക, ഒന്നും അറിയാത്തതുപോലെ തലയിന്ന് തൊപ്പിയെടുത്ത് മാറ്റി വെക്കുന്നു, ഉറങ്ങുന്നവനെ പോയിരുന്ന് പറ്റിക്കാറില്ല, എല്ലാം തമാശയ്ക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, നിങ്ങൾ ഭയപ്പെടുത്താൻ പാടില്ല തമാശയിൽ. അൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീലയിൽ അവിടുന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഒരു യാത്ര പോകുകയായിരുന്നു. പ്രവാചകനും സ്വഹാബത്തും അവിടുന്ന് ഒരു യാത്ര പോയി. ആ യാത്രാമധ്യേ അവരൊരിടത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. അന്നേരം ഒരു സ്വഹാബി ഉറങ്ങിയപ്പോൾ മറ്റൊരാൾ അദ്ദേഹത്തിന്റെ കയറ് ചട്ട എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. നബിതങ്ങളും സ്വഹാബത്തും യാത്ര പോകുമ്പോൾ അവിടെ വിശ്രമിക്കുന്ന സമയത്ത് ഉറങ്ങുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കയറ് ഒരു ചട്ട എടുത്തിട്ട് അവിടെ നിന്ന് ഒളിപ്പിച്ചു വെച്ചു. ഉണർന്നപ്പോൾ അത് കാണാതെ അയാൾ ഇങ്ങനെ ഭയാശങ്കയിലായി. പടച്ചവനെ എന്തേ കാണുന്നില്ല, ഒരു വല്ലാത്ത ഭയം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം ഭയപ്പെടുത്താൻ പാടില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഭയപ്പെടുത്താൻ പാടില്ല, അത് തമാശയ്ക്കാണെങ്കിൽ പോലും. നമ്മളോ ഉറങ്ങിയാൽ പോയിട്ട് അടുത്ത് പോയിരുന്ന് ശബ്ദം ഉണ്ടാക്കും പടച്ചവനെ പേടിപ്പിക്കാൻ. വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യമാണ്. എങ്കിലും പ്രവാചകൻ പറഞ്ഞതൊരു തമാശയ്ക്ക് പോലും നിങ്ങൾ ഭയപ്പെടുത്താൻ പാടില്ല. അൻ അബ്ദുല്ലാഹി ഇബ്നു സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലാ യഖുദന്ന അഹദുകും മതാഅ അഖീഹി ലാഇബൻ വലാ ജാദ്. അബ്ദുല്ലാഹി ഇബ്നു അസ്വായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ തമാശയ്ക്കോ കാര്യമായിട്ടോ മറ്റൊരാളുടെ സാധനം എടുത്തു മാറ്റാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി. തമാശയ്ക്കാകട്ടെ കാര്യമായിട്ടാകട്ടെ ഒരാളുടെയും സാധനം എന്ത് ചെയ്യാൻ പാടില്ല, എടുത്തു മാറ്റി ഒളിച്ചു വെക്കാൻ പാടില്ല, കളിപ്പിക്കാൻ പാടില്ല, പേടിപ്പിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോനെ, നമ്മളൊക്കെ എത്ര ചെയ്തിട്ടുണ്ടില്ലേ? എന്തായാലും അമലിയണ്ണയില്ലേ, നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പടച്ചോനെ. അള്ളാഹു നമുക്ക് പുറത്തേരുമാറാകട്ടെ. ഇന്ന് കുട്ടികൾ കുട്ടികൾ ഒരുത്തി ഇങ്ങനെ പോയിരുന്നു ഉറങ്ങുക, ഓൻ്റെ അടുത്ത് പോയിട്ട് ശബ്ദം ഉണ്ടാക്കി വരട്ട് പേടിക്കൂലേ? പള്ളി നിസ്കരിക്കാൻ വരുമ്പോൾ ചെരുപ്പെടുത്ത് മാറ്റൂലേ? മൊബൈൽ വെച്ചു, പടച്ചോനെടുത്ത് മാറ്റി വെച്ചു, വാച്ചെടുത്ത് മാറ്റി വെച്ചു, കളിപ്പീര്. എടാ, കാര്യമായിട്ടാണെങ്കിലും തമാശക്കാണെങ്കിലും ഒരാളുടെ സാധനം അനുവാദമില്ലാതെ എടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ തമാശയിൽ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം ഭയപ്പെടുത്താൻ പാടില്ല. അത് എന്ത് കാര്യമാണെങ്കിലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 തമാശയ്ക്ക് ആയുധം ചൂണ്ടരുത്. തമാശക്കാണെങ്കിൽ പോലും എടുത്ത് എന്ത് ചെയ്യരുത്, വാളെടുത്ത് കത്തിയെടുത്ത് ഇങ്ങനെ കാണിക്കാറില്ല. എന്താ ചാച്ചിന്നെ? തമാശക്കാണെങ്കിൽ പോലും നമ്മൾ കത്തിയെടുത്ത് ഇപ്പൊ കുത്തിക്കളയും, ഇതൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. അന അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഹമല അലൈനാ അസ്സലാഹ ഫലൈസ മിന്നാ. അല്ലാഹു അലം. പടച്ചോ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. റക്കപ്പറ 3 സ്വലാത്ത് സല്ലല്ലാഹു اللهم صل على محمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാ, നമുക്കെതിരിൽ ആയുധമെടുത്തവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നമുക്കെതിരിലായി എന്ന ഒരു മുസ്ലിമിനെതിരെ മറ്റൊരുത്തിനെടുക്കാം. ആലോചിക്കേ, ഇന്നും ആരെയെ വെട്ടിക്കൊന്നെന്ന് പറയുന്ന കേട്ട് പത്രത്തിൽ കണ്ടേ. മനുഷ്യന്മാർ വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ പോയിട്ട് വന്ന് ആരെയെ കൊന്നു. അല്ലാഹു അലം. പ്രശ്നം നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കി നോക്കിക്കേ, തമാശയ്ക്ക് നമുക്കെതിരിൽ ഒരു മുസ്ലിമിനെതിരെ മറ്റൊരുത്തെടുക്കാം. കുത്തൂടാ ഞാൻ ഇല്ലേ, കത്തിയെടുത്ത് കുത്തിക്കളയും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഇന്നലെ കണ്ട ഒരു വാപ്പ തന്റെ കുഞ്ഞിനെ വീടിന്റെ മുകളിൽ കെട്ടിയിട്ട് കത്തി വെച്ചിരിക്കുക കഴുത്തിൽ, ചെറിയ കുട്ടിയെ. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബിതങ്ങൾ പറയുകയാ, നമുക്കെതിരിൽ ആയുധമെടുത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. عن أبي موسى رضي الله تعالى عنه عن النبي صلى الله عليه وسلم إذا مر أحدكم في مسجدنا أو في سوقنا ومعه نبل فليمسك على نصالها. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ പള്ളിയിലൂടെയോ അങ്ങാടിയിലൂടെയോ ആരെങ്കിലും അമ്പുമായി കടന്നു പോകുകയാണെങ്കിൽ ആർക്കും അതുകൊണ്ട് ഒരു പരിക്കും പറ്റാതിരിക്കാൻ അതിന്റെ മൂർച്ചയുള്ള ഭാഗം വായ്ത്തല കൊണ്ട് മറച്ചു പിടിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാൾ പള്ളിക്കകത്തൂടെ നടന്നു പോകുന്ന ആ കാലഘട്ടം, അന്ന് അമ്പ് മനുഷ്യർ കരുതാറുണ്ട്. അപ്പൊ അമ്പ് ഇങ്ങനെ കൊണ്ട് പള്ളിക്കകത്തൂടെ പോകുമ്പോ, അല്ലെങ്കിൽ കമ്പോളത്തിലൂടെ പോകുമ്പോ അതിന്റെ അഗ്രഭാഗം കൊണ്ട് ആരെങ്കിലും ഒന്ന് ഭയപ്പെടുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിലൊന്ന് കൊള്ളുകയോ ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളത് മറച്ചു വെച്ചിട്ട് നടന്നു പോകാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളുടെ മേൽ ആയുധം എടുക്കാൻ പാടില്ല. നബിതങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ മറച്ചു വെച്ചിട്ട് പോകണം. അതിന്റെ വായ്ത്തര കൈകൊണ്ട് മറച്ചു പിടിക്കട്ടെ. ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് ഒരു കത്തിയാകട്ടെ, എന്തുമാകട്ടെ, ഒരു കമ്പിയാകട്ടെ, ഒരു ആയുധമാകട്ടെ, അതിങ്ങനെ അതിന്റെ അഗ്രഭാഗം കൊണ്ട് പോലും ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല, ബുദ്ധിമുട്ടാൻ പാടില്ല. അത് നിങ്ങൾ മറച്ചു വെച്ചു കൊണ്ടുപോകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ലാ യുസീറു അഹദുക്കും അലാ അഖീഹി ബിസ്സിലാഹ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും തന്നെ തന്റെ സഹോദരന്റെ നേരെ ആയുധം ചൂണ്ടരുത്. നിങ്ങൾ ഒരാളും മറ്റൊരു മുസ്ലിമിന്റെ നേരെ, അവിടെ നിന്ന് പ്രവാചകൻ പറഞ്ഞു, ആയുധം ചൂണ്ടരുത്. നിശ്ചയമായും അവൻ അറിയാതെ പിശാച് അത് തെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോഴൊക്കെ എടുത്ത് തമാശയ്ക്ക് കാണിക്കുന്നതാ, പിന്നെ അങ്ങ് കാര്യമാകും. കളിക്കുന്ന കാര്യം പിന്നെ അവസാനം കാര്യമായി മാറും. ശൈത്താൻ എന്താ ചെയ്യണമെന്ന് അറിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല അബൂ ഖാസിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ആരെങ്കിലും ഇരുമ്പ് ആയുധം തന്റെ സഹോദരന്റെ നേരെ ചൂണ്ടിക്കാണിച്ചാൽ, കത്തിയും കമ്പിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് തന്റെ സഹോദരന്റെ നേരിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവനത് ഉപേക്ഷിക്കുന്നതുവരെ മലക്കുകൾ അവനെ ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു തമാശ എന്ന രീതിയിലാണെങ്കിലും ആയുധമെടുത്തിട്ട് നിന്റെ കൂടപ്പുറപ്പ്, നിന്റെ കൂട്ടുകാരൻ ഒരു മുസ്ലിമിന്റെ നേരെ നീ ഇങ്ങനെ ചൂണ്ടിയാൽ, അത് എപ്പോഴാണോ നീ താഴ്ത്തി വെക്കുന്നത് അതുവരെ അള്ളാഹുവിന്റെ മലക്കുകൾ നിന്നെ ശപിക്കും. അവൻ, എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ ആ മലക്കുകളുടെ ശാപം കിട്ടുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കത്തിയെടുത്ത് ഇങ്ങനെ നീട്ടി കാണിച്ചാൽ ആ കാണിച്ചു കൊണ്ടിരിക്കുന്ന സമയം മുഴുവനും അള്ളാഹുവിന്റെ മലക്കവനെ ശപിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തമാശയ്ക്ക് പോലും നിങ്ങൾ ആയുധം ചൂണ്ടാൻ പാടില്ല. 4, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, പരിഹാസം പാടില്ല. തമാശയിൽ പരിഹാസം പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان
വമൻ ലം യർതുബ് ഫൗലായിക ഹുമുൽ ളാലിമൂൻ. പരിഹസിക്കുന്നവരുണ്ടല്ലോ, അതാ നിന്റെ കൂട്ടുകാരെയും നിന്റെ കുടുംബക്കാരെയും നിന്റെ കൂടപ്പിറപ്പുകളെയും തമാശ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവരുണ്ടല്ലോ, അവരെ കളിയാക്കുന്നവരുണ്ടല്ലോ. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈ വിശ്വസിച്ച വിഭാഗമേ, ലാ യസ്ഖറു ഖൗമുൻ മിൻ ഖൗമിൻ അസാ അയ്യകൂനു ഖൈറാ. ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവരെ അവരെക്കാൾ നല്ലവരായിരിക്കാം. നീ മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. കാരണം നിന്നെക്കാൾ മഹത്വമുള്ളവരായിരിക്കാം അവർ. അതുകൊണ്ട് പരിഹസിക്കരുത്. ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു സത്യവിശ്വാസി മറ്റൊരാളെ അവിടെ നിന്ന് കളിയാക്കാൻ പാടില്ല. പടച്ചവനെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവേ പശ്ചാത്തപിക്കാത്ത പക്ഷമുണ്ടല്ലോ. അങ്ങനെ ചെയ്തു പോയിട്ടുള്ളവർ അല്ലാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ച് മടങ്ങാത്ത അവസ്ഥ വന്നാൽ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവരക്രമികളാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അതുകൊണ്ട് തമാശ പറയുന്നവരെ, ചിരിപ്പിക്കുന്നവരെ, ഒരാളെയും പരിഹസിക്കരുത്, ഒരാളെയും പരിഹസിക്കരുത്. മഹാനായ ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, പരിഹസിക്കുന്നതും കുത്തുവാക്ക് പറയുന്നതും പരിഹാസ പേരുകൾ വിളിക്കുന്നതുമല്ല, ഒരാളെ നിസാരവൽക്കരിക്കലാണ്. അത് ഏത് രീതിയിലാകട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിഹസിക്കുന്നത് ചിലത് കുത്തുവാക്ക് പറയാറുണ്ടല്ലോ, ഇടപ്പേര് വിളിക്കാറുണ്ടല്ലോ. പടച്ചവനെ ഇതെല്ലാം പാടില്ല എന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ ഖുർആനാണ് പറയുന്നത്, നിങ്ങൾ മറ്റൊരാളെയും പരിഹസിക്കരുത്. അത് കാര്യമായിട്ടാണെങ്കിലും തമാശക്കാണെങ്കിലും. അന്നായിഷത റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് ഖുൽതു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുക മിൻ സഫിയ കദാ വകദാ ഖാല ഗൈറു മുസദ്ദദിൻ തഅനി ഖസീറാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരിക്കൽ നബിയോട് ഞാൻ അവിടെന്ന് പറഞ്ഞു, താങ്കൾക്ക് ഇന്നവളായ അതായത് കുറവായവളായ, അതാ വലിപ്പം കുറഞ്ഞവളായ സഫിയ മതിയല്ലോ. ഒരു ഭാര്യ അതാ മറ്റൊരാളെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് ആ നീളം കുറഞ്ഞവള മതിയല്ലോ, സഫിയായ മതിയല്ലോ എന്നതെന്റെ ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അതാ സഫിയ ബീബിയെ നീളം കുറഞ്ഞവളാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, നീ പറഞ്ഞ ഈ വാക്ക് കടലിൽ കലക്കിയാൽ അതിന്റെ നിറവും വാസനയും മാറ്റിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഒരാൾ ഏത് രീതിയിലാണെങ്കിലും പരിഹസിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തമാശയ്ക്ക് ഇരട്ട പേര് വിളിക്കുന്ന സ്വഭാവമുണ്ടല്ലോ. പലരും ഇരട്ട പേര് വിളിക്കാറുണ്ടല്ലോ. കൂടെ പഠിക്കുന്നവർ, കൂടെ നടക്കുന്നവർ, കൂട്ടുകാരികൾ, അയൽവാസികൾ, പലരെയും പല പല ഇരട്ട പേര് വിളിക്കാറുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നിങ്ങൾ പരിഹാസ പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കുകയും ചെയ്യരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിഹാസത്തിൽ പെട്ടതാണ്, അപമാനിക്കലിൽ പെട്ടതാണ് ഇടപ്പേരുകൾ വിളിക്കുക. സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന പല പേരുകളുമുണ്ടല്ലോ, ഇന്നും വിളിച്ച് കളിയാക്കുന്നവരുണ്ടല്ലോ, പരിഹസിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, നിങ്ങൾ പരിഹസിക്കാൻ പാടില്ല, നിങ്ങൾ ഇടപ്പേര് വിളിക്കാൻ പാടില്ല. മനുഷ്യരെ മോശമാക്കുന്ന ഇരട്ട പേരുകൾ നിങ്ങൾ വിളിക്കരുത്. അത് തമാശയ്ക്ക് വിളിക്കുന്ന ഇത്തരം വിളികൾ നിഷിദ്ധമാ. തമാശക്കാണെങ്കിൽ പോലും അങ്ങനെയുള്ള പേരുകൾ വിളിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ തമാശയേക്കാൾ ഗൗരവമുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട് എന്നുകൂടെ പഠിച്ചോണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നാം ഇന്ന് പഠിച്ചത് തമാശ പറയാൻ പാടില്ല എന്നല്ല,
പാടില്ല. തമാശയുടെ രീതിയിൽ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞ രീതിയിൽ വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ തമാശ പറയാൻ. അപ്പൊ തമാശ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, തമാശയിൽ കള്ളം പറയാൻ പാടില്ല. 2, നബി തങ്ങൾ പറഞ്ഞു ഭയപ്പെടുത്താൻ പാടില്ല. 3, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ആയുധം ചൂണ്ടരുത്. 4-മതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പരിഹാസം പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടപ്പേര് വിളിക്കാൻ പാടില്ല. ഒരാളുടെ ഇസ്സത്തിന് കോട്ടം വരുന്ന രീതിയിലുള്ള ഒന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ വാക്കിലോ നമ്മുടെ പ്രവർത്തനത്തിലോ വരാൻ പാടില്ല. അള്ളാഹുവെ ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.